ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ റോസ്റ്റഡ് ഗ്രേവിയുടെ ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നിട്ട് നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 10-12 ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും എടുത്തിട്ട്, ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചതച്ചിട്ടത് കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളുമില്ല, ഇങ്ങനെ ചതച്ചിടുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഡിഫറൻസൊക്കെ. എന്നിട്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്നും വാടുമ്പോൾ തന്നെ ഇതിലേക്ക് വലിയ ഉള്ളി 2 എണ്ണം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് 1/2 കിലോ ചിക്കൻ്റേതാണ് എടുത്തിട്ടുള്ളത്, അളവ് പറയുന്നതും. ഇത് ഞാനില്ല 1/2 കിലോ ചിക്കന് എള്ളും മുള്ളൊക്കെ ഇല്ലേ, ആ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ലോണം അങ്ങനെ മുറിഞ്ഞ് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട, ഒരു മീഡിയം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഇട്ടിട്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് എടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാനുള്ളത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കുക്കാക്കിയിട്ടിട്ട് അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഉള്ളിയിൽ. എന്നിട്ട് ഈ ഉള്ളിയിൽ കിടന്ന് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ഒന്ന് വെളുത്തിട്ട് ആ ഒരു മഞ്ഞ കളർ പോയിട്ടില്ലേ, ഒരു വെളുത്ത കളറാകുമ്പോൾ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2-3 കാശ്മീരി ചില്ലി പൗഡർ ആഡ് ആക്കിയിട്ടുണ്ട്, ടേബിൾ സ്പൂണോ. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ വരെ ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/2 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഏതെങ്കിലും ഒരു സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹോട്ട് സോസോ അങ്ങനെ അല്ലെങ്കിൽ പിസ്സ സോസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സോസ് ചേർത്ത് കൊടുക്കുക. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മസ്റ്റേർഡിൻ്റെ പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് റോസ്റ്റഡ് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. പിന്നെ ഇതിലേക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കളറിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൊടിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പെപ്പർ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ചപ്പാത്തിയിൽ നല്ലോണം ഇങ്ങനെ തിക്കാക്കിയിട്ട് അധികം പൊങ്ങിച്ചിട്ട് എടുക്കാതെ തന്നെ ഒരു മീഡിയം പൊങ്ങത്തിൽ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിനേക്കാളും കുറച്ച് ഹാർഡായിട്ട് ഒരു റൊട്ടി ടൈപ്പിൻ്റെ അങ്ങനത്തെ ചപ്പാത്തിക്കാണ് ഈ ഗ്രേവി നല്ല ടേസ്റ്റ്. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലോണം വറ്റിച്ചിട്ട് റോസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൂട് തുറന്നിട്ടില്ലേ, ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് ഇരുന്നാൽ മതി. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചിക്കൻ റോസ്റ്റഡ് ഗ്രേവിയാണ് റെഡി ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഒരുപാട് എരിവൊന്നുമില്ല കേട്ടോ, നല്ലൊരു ചെറുതായിട്ടുള്ളൊരു എരിവും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചപ്പാത്തിക്കുള്ളൊരു കൂട്ടാണ്. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് കുറേ അപ്ലോഡ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ എൻ്റേതായ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് ട്രൈ ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.